സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കിയേ. നമ്മള് ഇന്ന് ഇതില് PGP പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള നമ്മുടെ ഈ ചാപ്റ്ററില് നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ. PGP എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് പ്രൊഫഷൻ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നമ്മൾ അക്കൗണ്ടിങ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഓക്കെ. പക്ഷേ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ള അതേ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് സ്വീകരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നില്ല. ഡിപ്പാർട്ട്മെന്റ് ഓരോരോ ടൈപ്പ് ഓഫ് അസറ്റിനും ഓരോരോ പെർസെന്റേജ് പറയുന്നുണ്ട്. ആ പെർസെന്റേജിലുള്ള ഡിപ്രീസിയേഷൻ മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, അധികമായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും, അല്ലെ? ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നിന്ന് ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണോ ഡിപ്രീസിയേഷൻ? അല്ല. ബിസിനസ്സിൽ നിന്നും യാതൊരുവിധ ക്യാഷ് ഔട്ട്ഫ്ലോ ബിസിനസിന്റെ പുറത്തേക്ക് പോകുന്നില്ല. ബിസിനസ് പ്രോഫിറ്റിൽ കുറയുമെങ്കിലും ബിസിനസിന് പുറത്തേക്ക് യാതൊരുവിധ ഔട്ട്ഫ്ലോയും എന്തുണ്ടാക്കുന്നില്ല, ഡിപ്രീസിയേഷൻ ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കുറച്ച് കാണിക്കുവാൻ നല്ലൊരു മാർഗം ഡിപ്രീസിയേഷൻ നല്ലൊരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. വലിയൊരു എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും. ആക്ച്വലി പ്രോഫിറ്റ് കുറഞ്ഞാലും ബിസിനസിന്റെ കയ്യിലുള്ള ആക്ച്വൽ പ്രോഫിറ്റിൽ എന്തെങ്കിലും കുറവുണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നില്ല. ഓക്കെ. അപ്പൊ ആ പ്രോഫിറ്റ് കുറയുമ്പോൾ എന്താ ഗുണം? ബിസിനസിന് കുറച്ച് ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള പല തരികിടകളും ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം. അതുകൊണ്ട് തന്നെ അവര് ഇന്ന ടൈപ്പ് അസറ്റിന് ഇന്ന റൈറ്റ് ഡിപ്രീസിയേഷൻ ഈടാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഒക്കെ മെത്തേഡ് പറയുന്നുണ്ട്. ആ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ടേം ശ്രദ്ധിക്കുക. സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ബ്ലോക്ക് ഓഫ് അസറ്റ്, ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയും. ഈ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ നോക്കൂ. ദ ടേം ബ്ലോക്ക് ഓഫ് അസറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഫാളിംഗ് വിത്തിൻ എ ക്ലാസ് ഓഫ് അസറ്റ് in respect of which same percentage of depreciation is prescribed. ബ്രാക്കറ്റില് സിമിലർ അസറ്റ് ഹാവിംഗ് സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് അസറ്റ്, അതായത് ഒരേ റേറ്റ്. ഇപ്പോൾ 5% ഡിപ്രീസിയേഷൻ നിയമം അനുസരിച്ചിട്ട് 5% ഡിപ്രീസിയേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള അസറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 5% ഡിപ്രീസിയേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരേ കാറ്റഗറിയിൽ വരുന്ന, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ബി നോക്കി. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 5% ആണ് പറയുന്നത്. ഓക്കെ. അപ്പം ആ ഡിപ്രീസിയേഷൻ നമുക്ക് ജസ്റ്റ് മിനിറ്റ്. ഡിപ്രീസിയേഷൻ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കേസിൽ നോക്കി. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ എത്രയാണ്? 5% ആണ് ഡിപ്രീസിയേഷൻ. അപ്പൊ നമുക്കൊരു 3-4 റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ 4 റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിന്റെ മുകളിൽ 5% കാണും. അപ്പൊ ആദ്യത്തെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 1 ലക്ഷം രൂപ വില, രണ്ടാമത്തേന് ഒരു 5 ലക്ഷം രൂപ, മൂന്നാമത്തേന് 7 ലക്ഷം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ 1 ലക്ഷം പ്ലസ് 5 ലക്ഷം പ്ലസ് 7 ലക്ഷം, ആ മൊത്തം എമൗണ്ട് കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ 5% കാണും. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയാണ് ഇൻകം ടാക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് അസറ്റുകളെ ഒരേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന ഒരേ നാച്ചുറൽ അസറ്റുകളെ ഒരു ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ട് അതിന്റെ ടോട്ടൽ വാല്യൂന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. അപ്പൊ ആ ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പാർട്ട് എയിൽ ചോദിക്കുന്ന ആ 15 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്. വാട്ട് ഈസ് ബ്ലോക്ക് ഓഫ് അസറ്റ്? ആ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ എന്താ ബ്ലോക്ക് ഓഫ് അസറ്റ്? ദ ടേം ബ്ലോക്ക് ഓഫ് അസറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഫാളിംഗ് വിത്തിൻ എ ക്ലാസ് ഓഫ് അസറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സെയിം പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഒരേ പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഉള്ള ഒരേ നേച്ചറുള്ള അസറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ? ഇനി നോക്കൂ. എലിജിബിൾ അസറ്റ് ഇൻകം ടാക്സ് അനുസരിച്ചിട്ട്, ആക്ട് അനുസരിച്ച് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള അസറ്റുകൾ ഏതൊക്കെയാണ്? അതായത് ടാക്സ് ചെയ്യാൻ, ടാക്സിൽ നിന്നും ഡിഡക്ട് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള അസറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ഡിപ്രീസിയേഷൻ 2 ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എലിജിബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, ഒരു ഭാഗത്ത് അസറ്റിന്റെ പേരാണ് പറയുന്നത്. നോക്കുക.
ഒന്ന് ബിൽഡിംഗ് മീൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് സൂപ്പർ സ്ട്രക്ചർ ഓൺലി ആൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് സൈറ്റ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ചതുരത്തിലുള്ള ആ സ്ട്രക്ചർ മാത്രമാണ്, ആ സ്ഥലം, ആ സൈറ്റ് അതിൽ ഉൾപ്പെടുന്നില്ല എന്നാ പറയുന്നത്. സൂപ്പർ സ്ട്രക്ചർ ഓൺലി എന്ന് പറഞ്ഞത്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആ സ്ഥലം അതിനകത്ത് വരില്ല, ആ സ്ട്രക്ചർ മാത്രമേ അതിൽ പരിഗണിക്കുകയുള്ളൂ. അതിൽ തന്നെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരികയാണ്. പ്രത്യേകിച്ച് ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല എങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിന് ഈടാക്കുന്ന റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10% ആയിരിക്കും. ഓക്കെ. ഇനി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ബിൽഡിംഗ് ആണ്, പക്ഷെ അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് എത്രയാണ്? 5% ആണ് വരിക. അപ്പൊ നിങ്ങൾ ഈ റേറ്റ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. അത്യാവശ്യം ഇപ്പൊ ഈ നോട്ടിൽ തരുന്ന അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്, അതിന്റെ റേറ്റ് നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻ നമുക്ക് റേറ്റ് തരണമെന്നില്ല, റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ ഹോട്ടൽ ബിൽഡിംഗ് എത്രയാണ്? ഹോട്ടൽ ബിൽഡിംഗ് ആണെന്ന് വെച്ചോളൂ, 10% ആണ് അതിനും വരുന്നത്. ദെൻ ടെമ്പററി ബിൽഡിംഗ്, താൽക്കാലികമായിട്ട് ഇപ്പൊ എന്താണ് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് എന്താണ് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് ചിലപ്പോൾ എംപ്ലോയീസിന് താമസിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഓഫീസ് ഒക്കെ ഉണ്ടാക്കും അല്ലെ? ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അപ്പൊ ഒരു താൽക്കാലിക ഓഫീസ് റോഡിന്റെ കൺസ്ട്രക്ഷൻ തീരുന്നവരെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ താൽക്കാലിക ബിൽഡിങ്ങിനൊക്കെ വരുന്നത് എത്രയാണ്? അതിന് വരുന്നത് 40%, 40%. ഓക്കെ. അപ്പൊ ഡിപ്രീസിയേഷൻ റേറ്റുകൾ നോക്കുക. ബിൽഡിംഗ് സാധാരണയായിട്ട് നമുക്ക് 10% വരിക. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 5%, ഹോട്ടൽ ബിൽഡിംഗ് ആണെങ്കിൽ 10%, ടെമ്പററി ബിൽഡിംഗ് ആണെങ്കിൽ 40%. ഇനി അടുത്ത ഗ്രൂപ്പ് നോക്കൂ, ഫർണിച്ചർ ഓർ ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ഓർ ഫിറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്. അതായത് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ജസ്റ്റ് ഈ വുഡൻ ഫർണിച്ചർ അങ്ങനെ ആ ടൈപ്പ് ഫർണിച്ചേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മാത്രമല്ല നമ്മൾ ഓഫീസിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, ഫാന്, ബൾബ്, അങ്ങനെ അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ ഐറ്റംസും ഫർണിച്ചർ വുഡൻ ഫർണിച്ചറും മറ്റു തരത്തിലുള്ള ഐറ്റംസ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാത്തിനും നമുക്ക് ലഭിക്കുന്നത് 10% ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ. ഇതിനടുത്ത് പ്ലാന്റ് ആൻഡ് മിഷനറി. ഒരു ബിസിനസ്സിലെ മേജർ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ആൻഡ് മിഷനറി ആണ് അല്ലെ? അപ്പൊ പ്ലാന്റ് ആൻഡ് മിഷനറി, പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കൂ, പ്ലാന്റ് ഇൻക്ലൂഡ് ഷിപ്പ്, വെഹിക്കിൾ, ബുക്സ്, സയന്റിഫിക് അപ്പാർട്ടസ് ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഡസ് നോട്ട് ഇൻക്ലൂഡ് ടീ ബ്രഷസ് ഓർ ലൈഫ് സ്റ്റോക്ക് ഓർ ബിൽഡിംഗ് ഓർ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്നാൽ ഓരോരോ സ്ഥാപനത്തിനനുസരിച്ചാണ്. ഓക്കെ. എന്റെ സ്ഥാപനം എന്താണ്? ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചോളൂ. അപ്പം ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ എന്താണ് കത്രികയും മറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സർജിക്കൽ എക്യുപ്മെന്റ്സ് പറയുന്ന കത്രിക, പിന്നെന്താ അവരുടെ സ്റ്റെതസ്കോപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? അവരുടെ മിഷനറിയാണ്. അവിടെ പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിനനുസരിച്ചാണ് ആ സ്ഥാപനത്തിന്റെ പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്നത്. ക്ലിയർ? അല്ലാതെ സാധാരണ കേസിൽ നമ്മൾ ഒരു ഫാക്ടറി എന്നുള്ള ചിന്ത മാത്രമല്ല ഇവിടെ പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ വരുന്നത് എന്നർത്ഥം. ഓക്കെ. പക്ഷെ പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ എന്ത് വരില്ല? നോക്കൂ, എന്താ ടീ ബ്രഷസ് വരില്ല, ലൈഫ് സ്റ്റോക്ക് വരില്ല, പിന്നെന്താ ബിൽഡിങ്സ് വരില്ല. അതൊന്നും പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ വരില്ല. ഓക്കെ. ഇനി നോക്കൂ, പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ വരുന്ന ജനറൽ പ്ലാന്റ് ആൻഡ് മിഷനറി, അതായത് പ്ലാന്റ് ആൻഡ് മിഷനറി ഏത് ടൈപ്പ് ആണെന്നൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല എങ്കിൽ ജസ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് മാത്രം പറയുകയാണെങ്കിൽ 15% ഡിപ്രീസിയേഷൻ വരുന്നത്. ഓക്കെ. മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ 15% വരുന്നത്. ഇനി നോക്കൂ, ബുക്സ് ഓൺഡ് ബൈ പ്രൊഫഷണൽ ഓർ ലൈബ്രറീസ്. അതായത് പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ട്, CA ഇവരുടെ ഒക്കെ കയ്യിൽ അവരുടെ പ്രൊഫഷണൽ ബുക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ലൈബ്രറികളിലുള്ള ബുക്സ്, അതിനൊക്കെ 40% ഡിപ്രീസിയേഷൻ വരുന്നത്. ദെൻ ബുക്സ് യൂസ്ഡ് ഇൻ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന ബുക്കുകൾക്ക് വരുന്നത് 15%. പിന്നെ കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിനും സോഫ്റ്റ്വെയറിനൊക്കെ വരുന്ന ഡിപ്രീസിയേഷൻ 40%. ഷിപ്പുകൾക്ക് വരുന്നത് 20%. then എയ്റോപ്ലെയിൻ, എയ്റോ എഞ്ചിൻ അതിന് വരുന്നത് 40%. വിമാനം അതുപോലെയുള്ള സാധനങ്ങൾക്ക് വരുന്നത് 40%. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റിനും 40% വരുന്നത്. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ റേറ്റുകൾ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ. കാരണം ക്വസ്റ്റ്യനിൽ തരാറില്ല അങ്ങനെ. ചിലപ്പോ ബ്രാക്കറ്റിനകത്ത് ചിലപ്പോൾ തന്നുകൂടായികയും ഇല്ല. എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം തരാതിരിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ. ഇനി അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയും. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പേര് തന്നെ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ടച്ചബിൾ അല്ലാത്ത അസറ്റുകൾ ഉണ്ട്. അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ടച്ചബിൾ അല്ലാത്ത അത്തരം അസറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പാറ്റന്റ് അല്ലെ, ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയും. ടെക്നിക്കൽ നോ ഹൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ടെക്നിക്കൽ നോളേജ് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചതായിരിക്കും.
അവരുടെ ആ കണ്ടുപിടുത്തം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അത് ടെക്നിക്കൽ നോ ഹൗ ഒക്കെ അവരുടെ എന്താണ് ഒരു അസറ്റ് ആണ്. പാറ്റന്റ്, അതുപോലെ കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ്, പിന്നെന്താണ് ഫ്രാഞ്ചൈസീസിന്റെ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കാന്ന് പറയില്ലേ അത്. പിന്നെ ഓർ എനി അതർ ബിസിനസ് ഓർ കൊമേഴ്ഷ്യൽ റൈറ്റ് ഓഫ് സിമിലർ നേച്ചർ. അപ്പൊ ഇതേ നേച്ചറിലുള്ള മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ല. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഐറ്റത്തിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ പേരിൽ നമുക്കൊരു 25% എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ. അപ്പം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ 4 കാറ്റഗറിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് ഫസ്റ്റ് കാറ്റഗറി ബിൽഡിംഗ് കാറ്റഗറി, പിന്നെ ഫർണിച്ചർ, then plant and machinery, then intangible asset. ക്ലിയർ? അപ്പൊ ഇതിൽ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ 25% എന്തായാലും ഓർമ്മയുണ്ടാവണം. നിങ്ങൾ എന്തായാലും പിന്നെ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർ അത് 40% എന്നുള്ളത്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 15%, മോട്ടോർ വെഹിക്കിളിന്റെ 15%, പിന്നെ എന്താണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ 10%, പിന്നെന്താ ഈ ബിൽഡിങ്ങിലെ ജനറലിന്റെ 10%, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ 5%. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധം മിനിമം അത്രയെങ്കിലും നിങ്ങൾ നോക്കി വെക്കണം. കാരണം മിക്കവാറും ക്വസ്റ്റ്യനകത്ത് അത്തരം ഐറ്റംസ് നമുക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും കുറച്ച് ഐറ്റംസ് അല്ലേ ഉള്ളൂ, ഒന്ന് കാണാതെ പഠിക്കുക. ക്ലിയർ? ഇനി അടുത്ത ടേം നോക്കി, ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഒരു അസറ്റ് ഇപ്പൊ ഇവിടെ നോക്കി 25% ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ത് ഇൻടാഞ്ചിബിൾ അസറ്റിന്. അപ്പം ചില കേസിൽ ആ 25%ന്റെ പകുതിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, അസറ്റ് ഈസ് പർച്ചേസ്ഡ് ആൻഡ് പുട്ട് ടു യൂസ് ഇൻ ദി സെയിം പ്രീവിയസ് ഇയർ ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ 165 ദിവസമാണെങ്കിൽ, സോറി 365 ദിവസമാണെങ്കിലും നമ്മൾ അതിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എത്ര ആയിട്ടാണ്? ഒരു 360 ദിവസമായിട്ട് എടുക്കുക. ഓക്കെ. ആ 360 ദിവസത്തിൽ പകുതി, അതായത് ഒരു വർഷത്തിന്റെ പകുതിയോ അതിൽ താഴെയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അസറ്റ് ഉപയോഗിക്കുന്നത്. അസറ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന്റെ പകുതി ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷനും എന്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? പകുതിയെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതാണ് ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിൽഡിംഗ് എടുത്തു. ബിൽഡിംഗ് എടുക്കുന്ന എന്താണ്? നമ്മൾ വർഷത്തിന്റെ പകുതി ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് വിചാരിക്കുക. നമ്മുടെ എന്താണ് ഏപ്രിൽ ടു മെയ് എന്ന് പറയുന്ന സോറി എന്താണ് ഏപ്രിൽ ടു മാർച്ച് എന്ന് പറയുന്ന ആ ഒരു വർഷത്തിന്റെ പകുതി എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. അപ്പൊ നമ്മളൊരു ഒക്ടോബറിൽ ഒരു എന്താണ് ഒരു ഇത് വാങ്ങി. ഓക്കെ. ഒരു അസറ്റ് വാങ്ങി. ആ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കുക എങ്ങനെയായിരിക്കും? ഒരു ബിൽഡിംഗ് തന്നെ വാങ്ങി വിചാരിച്ചോളൂ ഒക്ടോബറിൽ. അങ്ങനെയെങ്കിൽ ആ ഒക്ടോബറിൽ വാങ്ങിയത് 5 മാസേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ 150 ദിവസത്തിൽ താഴെയായിരിക്കും. ഒരു മാസം 30 ദിവസം ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ 150 ദിവസമേ ആവുന്നുള്ളൂ. അപ്പൊ 180 ദിവസമോ അതിൽ താഴെയോ ഒരു അസറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എത്ര ശതമാനമാണ്? ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. അതായത് അതിന്റെ നിയമം അനുസരിച്ച് അതിന്റെ ഡിപ്രീസിയേഷൻ 10% ആണെങ്കിൽ 10ന്റെ പകുതി 5. നിയമം അനുസരിച്ച് ആ അസറ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ 40 ആണെങ്കിൽ അതിന്റെ പകുതി 20. ഓക്കെ. അപ്പോൾ അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണോ ആ റേറ്റിന്റെ പകുതിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതാണ് ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നുള്ള ഭാഗത്ത് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്താന്നുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ടേം നോക്കൂ, നിൽ ഡിപ്രീസിയേഷൻ ഈവ്. ഡിപ്രീസിയേഷൻ കിട്ടില്ല. താഴെ പറയുന്ന 2 കേസിൽ ഡിപ്രീസിയേഷൻ നമുക്ക് തീരെ കിട്ടില്ല. ഏതൊക്കെയാണ്? ഒന്ന്, ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ഈസ് നിൽ ഓർ നെഗറ്റീവ്. അതായത് ഒരു അസറ്റിന്റെ നമുക്കറിയാലോ അസറ്റിന്റെ എന്താണ് ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ മുകളിലാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? എന്താണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റിന്റെ വാല്യൂവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ആ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിന്റെ മുകളിലാവും നമ്മൾ അടുത്ത വർഷം എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു അസറ്റിന്റെ വാല്യൂവിൽ നിന്നും ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ നില്ലാവുന്ന കേസിലോ, അതായത് 0 ആവുന്ന കേസിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്ന കേസിലോ നമുക്ക് എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ കിട്ടില്ല. ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഓക്കെ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. കാരണം 0ന്റെ മുകളിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. ഓക്കെ. പിന്നെ അടുത്തതാണ് എന്ത്? ബിഒയുടെ ഫുള്ള് എന്താണ്? ബ്ലോക്ക് ഓഫ് അസറ്റ്. ഓക്കെ.
ബ്ലോക്ക് ഓഫ് അസറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് അങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് നിലനിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ് നിലനിൽക്കുന്നില്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ലഭിക്കില്ല. ഓക്കെ. അപ്പോൾ എന്താണ് അസറ്റ് ഇല്ലാത്ത കേസിൽ, അതായത് അസറ്റിന്റെ വാല്യൂ എന്താണ് നില്ലാകുന്ന കേസിൽ നമുക്ക് ഡിപ്രീസിയേഷൻ നില്ലായിരിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫ് അസറ്റ് ഡു നോട്ട് എക്സിസ്റ്റ്. ബ്ലോക്ക് ഓഫ് അസറ്റ് നിലനിൽക്കുന്നില്ല എങ്കിൽ അപ്പോഴും ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? നില്ലായിരിക്കും. ഓക്കെ. ഇനി അതിൽ നോക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 32 ആണ്. അതായത് PGBP പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്നത്, ഡിപ്രീസിയേഷൻ ഡെഫിനിഷൻ വരുന്നത് നമ്മൾ പറഞ്ഞു. ഏതിലായിരുന്നു? തൊട്ട് മുകളിൽ പറഞ്ഞു, സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞു, അതിനകത്ത് പറഞ്ഞു. ഓക്കെ. പക്ഷെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? സെക്ഷൻ 32 പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അത് അപ്പം PGBP സെക്ഷൻ 30 മുതൽ 36 വരെയുള്ളത് ഡിഡക്ഷൻസ് ആണ്. നമ്മൾ എല്ലാ ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതാണ്? സാലറിയിൽ പറഞ്ഞു ഏതാണ് 16 ഡിഡക്ഷൻസ് ആണ്. സെക്ഷൻ 16 ഡിഡക്ഷൻ ആണ്. ഹൗസ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞു സെക്ഷൻ 24 ഡിഡക്ഷൻ ആണ്. അതുപോലെ PGBP സെക്ഷൻ 30 മുതൽ 36 പ്ലസ് 1 37 വരെയുള്ള സെക്ഷൻസ് എന്തിനെയാണ്? ഡിഡക്ഷൻസ് ആണ് പറയുന്നത്. 37 ജനറൽ ഡിഡക്ഷൻ ആണ്, മറ്റേ സ്പെസിഫിക് ഡിഡക്ഷൻ ആണ് എന്ത് 30 മുതൽ 36 വരെയുള്ള. ഓക്കെ. അങ്ങനെ സെക്ഷൻ 30 മുതൽ 36 വരെയുള്ള സെക്ഷൻസ് ഡിഡക്ഷൻ ആണ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിഡക്ഷൻ ആണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ PGBP ക്ലെയിം ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകണം. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? 1, asset is owned wholly or partially by the assessee. Asset is owned wholly or partially by the assessee. അതായത് എന്താ പറയുന്നത്? അസറ്റ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ആ അസറ്റിന്റെ ഉടമസ്ഥൻ ആരായിരിക്കണം? അസസി ആയിരിക്കണം. അത് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താണ് അസസി അല്ലെങ്കിൽ ആ ബിസിനസിന്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ എന്താ പറയാ, ആ ബിസിനസിന്റെ ഓണർ ആരാണോ ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആ ബിസിനസ് നടത്തുന്ന ആള്, അപ്പൊ അയാളുടെ ഉടമസ്ഥയിലായിരിക്കണം എന്ത്? ആ അസറ്റ്. ഓക്കെ. അല്ലെങ്കിൽ പാർട്ട്ലി, പൂർണ്ണമായിട്ടാണോന്നില്ല, പാർട്ട്ലി ആയാലും മതി. ഓക്കെ. അപ്പൊ അസറ്റ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ലി നമ്മുടെ കൈവശം ഉള്ളതായിരിക്കും. 1. പിന്നെന്താണ്? അസറ്റ് ഈസ് പുട്ട് ടു യൂസ് ഇൻ ദി റെലവന്റ് പ്രീവിയസ് ഇയർ. നമ്മൾ ഏത് വർഷമാണോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്, ഇപ്പൊ 2024-25 ആണല്ലോ നമ്മുടെ വർഷം. നമ്മുടെ കറണ്ട് അസസ്മെന്റ് ഇയർ ഏതാണ്? 2024-25 ആണ്. അപ്പൊ 2024-25 അസസ്മെന്റ് ഇയറിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ആ അസറ്റ് നമ്മൾ 2023-24 വർഷത്തിൽ എന്ത് ചെയ്യണം? ഉപയോഗിച്ചിട്ടുണ്ടാവണം. റെലവന്റ് പ്രീവിയസ് ഇയറിൽ ഉപയോഗിച്ചിട്ടുള്ള അസറ്റ് ആയിരിക്കണം. ഓക്കെ. ഇതൻ എന്താണ്? നോക്കൂ അടുത്തത്. അസറ്റ് ഈസ് പുട്ട് ടു യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ. എന്താണ്? ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ്? എന്ത് ആവശ്യത്തിനായി ഉപയോഗിക്കണം? നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുമോ? കിട്ടില്ല. ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, പക്ഷെ നിയമത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ക്ലെയിം ചെയ്ത ഡിപ്രീസിയേഷൻ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ. നമ്മൾ സാധാരണ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? അവിടെ വേണമെങ്കിൽ അതിന് ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ഒക്കെ ക്ലെയിം ചെയ്യാം. പക്ഷെ ഇൻകം ടാക്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റത്തിനൊന്നും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ് പ്രൊഫഷന് ഉപയോഗിച്ചിട്ടുള്ള അസറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. ആ അസറ്റ് റെലവന്റ് പ്രീവിയസ് ഇയറിൽ ബിസിനസിന്റെ ആവശ്യത്തിനോ പ്രൊഫഷന്റെ ആവശ്യത്തിനോ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അസറ്റിന്റെ ഉടമസ്ഥൻ ആരായിരിക്കണം? അസസിയോ ആയിരിക്കണം. ഓക്കെ. അങ്ങനെ ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. സെക്ഷൻ 32 പറയുന്നത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകണം. ക്ലിയർ ആണല്ലോ കണ്ടീഷൻസ്? നോക്കൂ. അടുത്ത ലൈൻ നോക്കൂ. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ക്ലെയിം ഡിപ്രീസിയേഷൻ ഇൻ പാസീവ് യൂസ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അവൈലബിൾ. അപ്പൊ ഡിപ്രീസിയേഷൻ എന്താണ്? ക്ലെയിം ചെയ്യലും അതുപോലെ തന്നെ മാൻഡേറ്ററി ആണ്. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യലും അതുപോലെ എന്താണ്? മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ? അപ്പൊ ഇനി നോക്കി ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ്? ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ആ 3 കണ്ടീഷൻ 3 ആയിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി.
എൻ്റെ ഉടമസ്ഥതയിലുള്ള ഞാൻ എന്താണ് റെലവന്റ് പ്രീവിയസിൽ ഉപയോഗിക്കുന്ന എൻ്റെ ബിസിനസ്സിനും പ്രൊഫഷനും വേണ്ടിയിട്ട് എൻ്റെ ഉടമസ്ഥതയിലുള്ള അസറ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ 3 കണ്ടീഷനായിട്ട് പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ. ഇത് നമുക്ക് താഴെയാണ് എഴുതേണ്ടത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നത് നേരെ എഴുതി പോയി എന്നുള്ള രീതിയിൽ. ആ താഴെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചെയ്യുമ്പോൾ ഇതെങ്ങനെ എഴുതുക? ഇത് എഴുതുക. നമ്മൾ ടേബിൾ, ഇതിനകത്ത് തന്നെ ടേബിൾ ഉണ്ടെന്നാ തോന്നുന്നത്. ഞാൻ 1 മിനിറ്റ് നോക്കട്ടെ. ഇതാ എങ്ങനെയാ ഡിപ്രീസിയേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കൂ. ഇങ്ങനെ ടേബിളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോളൂ. ഡിപ്രീസിയേഷന്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ചാർട്ട് ഷോയിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പർട്ടിക്കുലർ ഉണ്ടാവും, റിട്ടേൺ ഡൗൺ വാല്യൂ പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടാവും, ദെൻ ഡിപ്രീസിയേഷൻ അപ്പുറത്ത് എഴുതുക. ഇപ്പൊ നോക്കി, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പണിംഗ് ഡേറ്റ് ആണ് ഇത്. ക്ലിയർ? ഓപ്പണിംഗ് ഡേറ്റ്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ്, ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റ്. ക്ലിയർ? അപ്പം മാർച്ച് 31 നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ്. അപ്പൊ അതിന്റെ ആയിരിക്കും അടുത്ത വർഷത്തിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് വരിക. ക്ലിയർ? അപ്പൊ ഇപ്പൊ ഈ 2025 അല്ലേ നമ്മുടെ കറണ്ട് വർഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 2016 എക്സാമ്പിൾ ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. നോക്കുക നിങ്ങൾ. റിട്ടേൺ ഓൺ വാല്യൂ ആസ് ഓൺ 1st April 2016. 2016 ഏപ്രിലുള്ള അസറ്റിന്റെ റിട്ടേൺ വാല്യൂ, അത് ഓപ്പണിംഗ് ഡേറ്റിൽ അസറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്നും എന്ത് ചെയ്യും, ആഡ്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങി എന്ന് വിചാരിച്ചോളൂ. പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ അസറ്റിന്റെ പേര് എന്താണ്, ആ ഡേറ്റ്, അസറ്റും അഡീഷൻ എഴുതുക. പർച്ചേസിന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം. അപ്പോൾ ആ അസറ്റ് വാങ്ങുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഡേറ്റ് എഴുതിയാൽ മതി. ഓക്കെ, വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഡേറ്റ് എഴുതേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ? എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ് വാങ്ങുന്ന സമയത്ത് ഡേറ്റ് എഴുതേണ്ട ആവശ്യം എന്താണ്? കാരണം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ അസറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് പകുതി ഡിപ്രീസിയേഷനെ കിട്ടുള്ളൂ. അപ്പോൾ 180 ദിവസത്തിൽ കൂടുതലാണോ താഴെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ് ബ്രാക്കറ്റിൽ എഴുതുന്നത്. പക്ഷേ സെയിൽ നടത്തുന്ന അസറ്റിന്റെ ബ്രാക്കറ്റിൽ ഡേറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ? പർച്ചേസിന്റെ ബ്രാക്കറ്റിൽ എന്തായാലും ഡേറ്റ് എഴുതണം എന്ന് മനസ്സിലാക്കുക. അപ്പം ഒരു പർച്ചേസ് ഉണ്ടാവും, 2 പർച്ചേസ് ഉണ്ടാവും, 3 പർച്ചേസ് ഉണ്ടാവും. എത്ര പർച്ചേസ് ഉണ്ട് അത്രയും പർച്ചേസ് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂനോട് കൂടി ഈ പർച്ചേസസുകളെല്ലാം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ. ഓക്കെ, ആ ആൻസറിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സെയിൽ മൈനസ് ചെയ്യാം. ആ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ ആണ് എന്ത്, നമ്മളുടെ ആ വർഷത്തെ ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആ ആൻസർ. ഇനി ആ ക്ലോസിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ കാണുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് നമ്മൾ 2 കാറ്റഗറി ആക്കിയിട്ട് തിരിക്കും. ഒന്ന് ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് നമ്മളിപ്പോ ഈ വാങ്ങിയ കൂട്ടത്തില് ഏതെങ്കിലും ഒരു പർച്ചേസ് എന്തായിരിക്കും, ചിലപ്പം 150 ദിവസത്തിൽ താഴെ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു പർച്ചേസ് ചിലപ്പോൾ 150 ദിവസത്തിൽ താഴെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 150 ദിവസത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ അസറ്റിന് ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ വരുന്ന അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണുക. പിന്നെ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന ഗ്രൂപ്പിന് എന്ത് ചെയ്യുക, അതിനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണുക. എന്നിട്ട് 2 ഡിപ്രീസിയേഷനും കൂട്ടിയിട്ട് ടോട്ടൽ ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഏത്, ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ അവിടെ എന്താണ് എടുക്കേണ്ടത് ഈ ഒരു ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഓക്കെ, ഇതൻ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂയിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്, ABC Company Limited has 4 assets depreciable at 25% as on 1st April 2019. Okay, the value of this asset as per income tax record is rupees 1 lakh. During the year 2019-20, the company purchased another asset depreciable at 25% on 1st June 2019 for 50,000 and sold an existing asset for 25,000.
ഓക്കെ. ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് റൂൾ. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഒരു എബിസി കമ്പനി ലിമിറ്റഡിന്റെ കയ്യിൽ ഒരു 4 അസറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. എന്താണ്? ആ അസറ്റ് ഡിപ്രീസിയേഷൻ നടത്തേണ്ടത് എത്ര ശതമാനമാണ്? 25% ഡിപ്രീസിയേഷൻ ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ക്ലിയർ? 2019 നമ്മുടെ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ, ആ 4 അസറ്റിന്റെയും ഇൻകം ടാക്സ് റെക്കോർഡ് അനുസരിച്ചിട്ടുള്ള ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,00,000 രൂപയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നു. കൂടാതെ ഡ്യൂറിംഗ് ദി ഇയർ 2019-2020 കമ്പനി പർച്ചേസ്, 2019-2020 വർഷം കമ്പനി എന്ത് ചെയ്തു? ഒരു അസറ്റ് വാങ്ങി. ആ അസറ്റ് പർച്ചേസ് അനദർ അസറ്റ് ഡിപ്രീസിയബിൾ അറ്റ് 25% ഓൺ 1st June 2019 ഫോർ 50,000. അപ്പോൾ ജൂൺ 2019 എന്ത് ചെയ്തു? ഒരു 50,000 രൂപയുള്ള ഒരു അസറ്റ് അവർ വാങ്ങി. ക്ലിയർ? പിന്നെ അത് കൂടാതെ എന്താണ്? ഒരു 25,000 രൂപയുള്ള അസറ്റ് അവർ വിൽക്കുകയും ചെയ്തു. ഇത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒരു പർച്ചേസ് ഉണ്ട്, ഒരു സെയിൽ ഉണ്ട്, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല? അപ്പം ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കാണാൻ പഠിക്കാനില്ല. റൈറ്റും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ പ്രശ്നവുമില്ല. അപ്പൊ നമുക്ക് ടേബിൾ വരയ്ക്കാം. എങ്ങനെ ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് അനുസരിച്ച് എങ്ങനെയായിരുന്നു? ഒരു പർട്ടിക്കുലർ കോളം വേണം. പിന്നെ ഫോർമാറ്റ് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫോർമാറ്റ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാണ്. ടാക്സിന്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞിരുന്നു. ഫോർമാറ്റ് എന്താണ്? പർട്ടിക്കുലർ എമൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോളം കൊടുക്കുക, ഒരു എമൗണ്ട് കോളം കൊടുക്കുക, ഒരു ഡിപ്രീസിയേഷൻ ഒരു കോളം കൊടുക്കുക. ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ. ഹെഡ് എന്താ കൊടുക്കേണ്ടത്? ഹെഡിങ് എന്താണോ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് നമ്മൾ ഹെഡ് ആയിട്ട് കൊടുക്കുക അല്ലെ? ഇവിടെ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെഡ് കൊടുക്കുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ. കോളത്തിന് ഹെഡ് പർട്ടിക്കുലേഴ്സ്, then പിന്നെന്താണ്? ഇതേതാ കോളം? റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെ? റിട്ടേൺ ഡൗൺ വാല്യൂ. അടുത്ത കോളം നമുക്ക് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? വരച്ചോ നിങ്ങൾ? എന്നോടൊപ്പം വരയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ. ഈ ഓപ്പണിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ, ക്വസ്റ്റ്യനിലെ ഡേറ്റ് ഏതാന്ന് നോക്കുക. റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ ഏതാണ്? 1st April 2019. അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് ഓൺ 1st April 2019 എന്ന് കൊടുക്കുക. എത്രയായിരുന്നു റിട്ടേൺ ഡൗൺ വാല്യൂ? 1st April 2019 റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞ എത്രയാണ്? The value of these asset as per income tax record is rupees 1 lakh. 1,00,000 രൂപയാണ് അല്ലെ? അപ്പൊ നമുക്ക് കൊണ്ട് എഴുതാം 1 lakh എന്ന് എഴുതാം. ക്ലിയർ? 1 lakh rupees. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനോട് കൂടി ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് പർച്ചേസ് ആവുന്ന കേസിൽ മാത്രം, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നേരത്തെ അല്ലെ? പർച്ചേസ് ആകുമ്പോൾ ആ പർച്ചേസ് നടത്തിയ ഡേറ്റ് നമ്മൾ എഴുതണം. എന്തിനാണ് ആ ഡേറ്റ് എഴുതുന്നത്? അത് 180 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ പകുതി ഡിപ്രീസിയേഷനെ കിട്ടുള്ളൂ അല്ലെ? ഇപ്പൊ ഈ പ്രോബ്ലത്തിൽ 180 ദിവസത്തിൽ താഴെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എത്ര കിട്ടുക? 25% പകുതി 12.5% നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലത്തില് അവര് വാങ്ങിയ ഡേറ്റ് നമ്മൾ എഴുതുക. ഡേറ്റ് എന്നാ? ക്വസ്റ്റ്യൻ നോക്കി. ഡേറ്റ് ഇതാ 1st June 2019 അല്ലെ? 1st June 2019 എന്ന് പറയുമ്പോൾ 1 ജൂൺ 6 അല്ലേ? 1/6/2019. ഓക്കെ. 1/6/2019 ആസെറ്റ് വാങ്ങിയത്.
അസറ്റിന്റെ റിട്ടേൺ വാല്യൂ എത്രയാണ്? 50,000 രൂപ. ഒരൊറ്റ പർച്ചേസ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? ഒരു പർച്ചേസ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, ലെസ് ചെയ്യണം. എന്താ ലെസ് ചെയ്യേണ്ടത്? സെയിൽസ് ആണ്. ഓക്കെ, സെയിൽസ് ലെസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പർച്ചേസ് നടത്തിയപ്പോൾ ഡേറ്റ് എഴുതി. സെയിൽസ് നടത്തിയപ്പോൾ ഡേറ്റ് എഴുതേണ്ട ആവശ്യമുണ്ടോ? സെയിൽസിന് ഡേറ്റ് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സെയിൽസ് ഡേറ്റ് എഴുതണ്ട. സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ നോക്കുക. സെയിൽസ് എത്രയാണ്? ദാ ആൻഡ് സോൾഡ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ് ഫോർ 25,000. 25,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമ്മൾ അവിടെ എഴുതുന്നു 25,000. സെയിൽസ് ആയതുകൊണ്ട് മൈനസ് ഫിഗർ ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് എഴുതുക, അല്ലെങ്കിൽ മൈനസ് ആയിട്ട് എഴുതുക 25,000. ഓക്കെ, അപ്പൊ കിട്ടുന്ന ആൻസർ ഉണ്ടാവും. ആ ആൻസർ എത്രയാണോ, ഇനി ഇതിൽ വേറെ സെയിൽസ് ഒന്നും ഇല്ല, ആ കിട്ടുന്ന ആൻസർ ആണെന്ത്? നമ്മുടെ ആ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ, ആ സമയത്തുള്ള നമ്മുടെ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. 1,50,000 നിന്നും 25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,25,000 ആണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലെ. 1,25,000, 1,25,000 ആണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 1,25,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇതിനകത്ത് പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് എഴുതുക. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടായിട്ട് ആണ് സാധാരണ കാണാറുള്ളത്. ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നതും അതുപോലെ തന്നെ എന്താണ്, അതിൽ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നുണ്ടോ എന്നില്ല നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾ പറയാണ്, അങ്ങനെ എഴുതുക. ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന അസറ്റ് ഇതിനകത്തുണ്ടോ? ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന അസറ്റ് ഉണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ പർച്ചേസ് നടത്തിയ അസറ്റ് നോക്കിയാൽ മതി. പർച്ചേസ് നടത്തിയ അസറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 150 ദിവസത്തിൽ താഴെയാണോ കൂടുതലാണോ? നമുക്കറിയാം നമ്മുടെ വർഷം എങ്ങനെയാണ്, ഏപ്രിൽ മുതൽ ഏത് വരെയാണ്? മാർച്ച് 31 വരെയാണ്. ഫസ്റ്റ് ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയാണ്. ക്ലിയർ? അപ്പൊ ഇത് വാങ്ങിയത് ജൂണിലാണ്. അപ്പൊ ജൂൺ മുതൽ മാർച്ച് 31 വരെ എത്ര മാസം ഉണ്ട് നോക്കി. ജൂൺ മുതൽ ജൂൺ 1-ാം തീയതി ജൂൺ കൂട്ടാം അല്ലെ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഏകദേശം 10 മാസം ഉണ്ട്. ഓക്കെ, അപ്പൊ 10 മാസം ഉള്ളത് കൊണ്ട് തന്നെ എന്തായി, നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ വരിക എത്രയായിരിക്കും? 10 മാസം ഉള്ളത് കൊണ്ട് മീൻസ് ഹാഫ് റേറ്റ് ആണോ ഫുൾ റേറ്റ് ആണോ വരിക? കാരണം 10 മാസം, ഒരു മാസം 30 പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 300 ദിവസമായി. എങ്ങനെ ആയാലും 150 ദിവസത്തിൽ കൂടുതൽ വരുന്നുണ്ട് അല്ലെ. 150 ദിവസത്തിൽ കൂടുതൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന കേസാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് നില്ലാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നില്ലെന്ന് എഴുതുന്നു. ഓക്കെ, നില്ലായത് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് നില്ലായത്? കാരണം ആ അസറ്റ് പുട്ട് ടു യൂസ് മോർ ദാൻ 160 ഡേയ്സ് അല്ലെ. 180 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ പറയുക, ഈ 180 എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ കുറച്ച് മുമ്പ് റെസിഡൻസ് സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറിപ്പോകരുത്. അവിടുത്തെ ഡേറ്റ് എത്ര ദിവസമാണ്? 182 ഡേയ്സ് ആണ് കേട്ടോ. അവിടെ 82 ആണ്, ഇവിടെ 80 ആണ്. ഇനി ഇത് രണ്ടും കൂടി പഠിച്ചിട്ട് രണ്ട് സ്ഥലത്തും കൊണ്ടുപോയിട്ട് 180 എഴുതരുത്. ഈ ഡിപ്രീസിയേഷന്റെ കേസിലാണ് 180 ദിവസം എന്ന് പറയുന്നത്. റെസിഡൻസ് സ്റ്റാറ്റസിന്റെ കേസിൽ എത്രയാണ്? 182 ദിവസമാണ്. ഇനി മാറരുത് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കുക. എക്സ്ട്രാ പറഞ്ഞെന്നുള്ളൂ, കൺഫ്യൂഷൻ ആവരുത് പിന്നീട്. നമ്മളെല്ലാം പഠിച്ച് ലാസ്റ്റിക്ക് എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത് എഴുതുന്നു എന്താണ്? ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് ഇവിടെ എത്രയാണ്? ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത്, അപ്പോൾ ഈ മൊത്തം ബാക്കിയുള്ള മൊത്തം പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന ഒന്നുമില്ല. അതുകൊണ്ട് മൊത്തം എന്താണ്? ഫുൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് അല്ലെ. അതായത് 1,25,000 ഇവിടെ വരുന്നത് ഫുൾ റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ആണല്ലോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. 25% നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 25% നമുക്ക് ഇവിടെ കാണാം. എത്ര വരും? 1,25,000 25%, 1,25,000 ഇൻറ്റു 25/100 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 31,250 വരും. ക്ലിയർ? ഈ 31,250 നമ്മൾ ഡിപ്രീസിയേഷന്റെ കോളത്തിലും വന്നു. അതേ എമൗണ്ടിനെ വീണ്ടും എവിടേക്ക് കൊണ്ടുവരിക? റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ കോളത്തിലേക്കും കൊണ്ടുവരിക. അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം
31,000 എന്താണ് നെഗറ്റീവ് ഫിഗർ. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ എന്ത് കിട്ടുള്ളൂ? ഇത് കിട്ടുള്ളൂ, ഓപ്പണിംഗ് റിട്ടേൺ ഓൺ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ വർഷത്തെ മൊത്തം അസറ്റിന്റെ വാല്യൂയിൽ നിന്നും ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു. അതായത് 31,250 നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആൻസർ 1,20,50,000 മൈനസ് 31,250. ഓക്കെ, എത്ര വരുന്നത്? 93,750 വരും. 93,750. ആ 93,750 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വർഷത്തെ, അതായത് 2019 ഏതാ വർഷം? 2019-20 വർഷത്തെ ക്ലോസിംഗ് റിട്ടേൺ ഓൺ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തിന്റെ ഓപ്പണിംഗ് റിട്ടേൺ ഓൺ വാല്യൂ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. എന്താണ്? റിട്ടേൺ ഡൗൺ WDV. ആ 93,750 എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ ഏത് റേറ്റില്? ആസ് ഓൺ 31st അല്ലെങ്കിൽ ആസ് ഓൺ 1st April 2020 എന്നായിരിക്കും ആൻസർ. ഓക്കെ, ക്ലിയർ? പ്രോബ്ലം ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ ചെയ്യാൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്? പക്ഷെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എന്താണ്? റേറ്റ് നിങ്ങൾ കാണാതെ പഠിക്കണം. എല്ലായ്പ്പോഴും എല്ലാ പ്രോബ്ലത്തിനകത്ത് എന്ത് തരണമെന്നില്ല? റേറ്റ് തരണമെന്നില്ല. പിന്നെ ഹാഫ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന കേസ് എന്താന്ന് പഠിക്കണം. അത് മാത്രമല്ല, ഇനി നമുക്ക് എന്താണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ വരുന്ന ഒരു കേസും കൂടി നമുക്ക് ഈ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഏതായാലും അടുത്ത ദിവസം ആ ഭാഗം നമുക്ക് പ്രോബ്ലത്തിനോട് കൂടി പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിനോട് കൂടി നമുക്ക് ആ ഒരു കാര്യം നമുക്ക് പറയാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ, അതായത് നോർമൽ ഡിപ്രീസിയേഷന് പുറമെ നമുക്ക് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ കിട്ടുന്ന ചില കേസുകളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് അത് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ഇത്രയും കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു, ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താന്ന് പറഞ്ഞു, നിൽ ഡിപ്രീസിയേഷൻ വരുന്ന കേസ് പറഞ്ഞു, ഹാഫ് ഡിപ്രീസിയേഷൻ വരുന്ന കേസ് പറഞ്ഞു. ഓക്കെ, പിന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ പറഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു.